ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി പറയുകയാണ്, ഗായത്രി ചേച്ചിയെ കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും തടസ്സമുണ്ടായാലോ എന്ന് കരുതിയ ഞാൻ ആത്മാനന്ദ സ്വാമിയെ നേരത്തെ തന്നെ വിളിച്ചു വരുത്തിയത്. ഇത് കേൾക്കുന്ന വിശാലിന് സന്തോഷമാവുകയാണ്. അതേസമയം മുറിയിലേക്ക് ചെല്ലുന്ന പാറു ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്കരികിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ എൻ്റെ ഉദയനൂരമ്മേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ദൈവമേ, ഇങ്ങനെ ബന്ധനത്തിലാക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. ദൈവമാ, ഇന്നിങ്ങോട്ട് വരരുതേ എന്ന് മാത്രമാ എൻ്റെ പ്രാർത്ഥന. അതേസമയം ഗായത്രി അങ്ങോട്ടേക്ക് വരികയാണ്. ദൈവമ ഈ സമയത്ത് ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പാറു പറയുമ്പോൾ ഗായത്രി പറയുകയാണ്, ഇന്നെൻ്റെ ആണ്ടല്ലേ, ഇന്ന് ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക? എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മോന് ചെറിയൊരു ദർശനം കൊടുക്കണം, അതും എൻ്റെ ആഗ്രഹമാണ്. ദൈവമേ, അത് വേണ്ട ദൈവമേ, ദൈവമയുടെ ആത്മാവിനെ ബന്ധിക്കാൻ വേണ്ടിയാ അവരെല്ലാവരും കാത്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഗായത്രി പറയുകയാണ്, എനിക്ക് എന്താണെങ്കിലും പാർവതിയുടെ വാക്ക് കാത്തേ പറ്റൂ. ഞാൻ എന്താണെങ്കിലും വിശാലിന് ഇന്ന് ദർശനം കൊടുത്തിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏത് ബന്ധനമായാലും അതിൽ ഒരു മോചനം കാണുമല്ലോ. അങ്ങനെ ഒരു മോചനം എനിക്കുമുണ്ടാകും. അത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഗായത്രി പോയതിനു ശേഷം പാറു മനസ്സിൽ പറയുകയാണ്, ദൈവമ്മയുടെ ആത്മാവ് എൻ്റെ ഒപ്പം എന്നും ഉണ്ടാകണമെന്ന എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്കും ഇത് ചെയ്തേ പറ്റൂ. തുടർന്ന് പാറു പുറത്തേക്ക് ഇറങ്ങുകയും ഗായത്രി വില്ലയുടെ പടിയിലാകമാനം കുങ്കുമം വിതറുകയും ചെയ്യുന്നു. പാറു, നീ എന്താ ഈ കാണിക്കുന്നതെന്ന് മണിക്കൂട്ടൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ഇതൊരു ലക്ഷ്മണ രേഖയാ മണിക്കൂട്ട. ഒരാത്മാക്കൾക്കും ഇത് കടന്ന് അകത്തേക്ക് വരാൻ സാധിക്കില്ല. നീ എന്താണെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാകണം. ഗായത്രിയമ്മ എങ്ങനെയും അകത്തേക്ക് വരാൻ നോക്കും. നീ അത് തടയണം. അത്രയും പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്വാമി പൂജകൾ ആരംഭിച്ചിരിക്കുന്നതാണ്. അതേസമയം ഒരു പാത്രത്തില് വെളിച്ചെണ്ണയുമായിട്ട് പാറു അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെന്താണെന്ന് സ്വാമി ചോദിക്കുമ്പോൾ അത് പിന്നെ ഗായത്രിയമ്മ വരുമ്പോൾ ഗായത്രിയമ്മയുടെ പ്രതിബിംബം കാണാൻ വേണ്ടി ശുദ്ധമായ പൂജിച്ച വെളിച്ചെണ്ണ ഞാൻ കൊണ്ടുവന്നതാണെന്ന് പാറു പറയുന്നു. എങ്കിലേ അതവിടെ വെച്ചേക്ക്. അങ്ങനെ പാറു മാറി നിൽക്കുമ്പോൾ പല്ലവി പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ചേച്ചി, ആണ്ടുപൂജയ്ക്ക് ചൊല്ലുന്ന മന്ത്രങ്ങളല്ലല്ലോ അവിടെ ചൊല്ലുന്നത്. അതെനിക്കറിയാം പല്ലവി എന്ന് പാറുവും പറയുന്നു. അതേസമയം ഗാർഗി വന്ന് ഗായത്രിയമ്മ വരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെങ്കിലും വരുമെന്ന് പാറു പറയുന്നു. ഇന്നത്തോടെ ചിലരുടെയൊക്കെ കള്ളക്കളി പിടിക്കപ്പെടുമെന്നും സുശീല പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഇവളുടെ ദിവ്യദൃഷ്ടിയിൽ ഒന്നും തെളിഞ്ഞില്ലെന്ന് തോന്നുന്നു. ചേച്ചി, ഒന്നും പറയണ്ട. അവളെ തൃക്കണ്ണ് തുറന്നാൽ നമ്മളെല്ലാം ഭസ്മമായി പോകുമെന്ന് പ്രതാപൻ പറയുന്നു. പെട്ടെന്ന് അവിടെ മുട്ടാകെ ശക്തമായ കാറ്റ് വീശുകയാണ്. അങ്ങനെ ഗായത്രിയുടെ ആത്മാവ് ഗായത്രി വില്ലയുടെ പുറത്ത് വന്നിരിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കാൻ നേരമാണ് അവിടെയുള്ള കുങ്കുമം ഗായത്രി ശ്രദ്ധിക്കുന്നത്. ഇത് ഉദയനൂരമ്മയുടെ പ്രസാദം കൊണ്ട് വരച്ച ലക്ഷ്മണരേഖയാണല്ലോ. ഇത് മുറിച്ച് എനിക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ അകത്തേക്ക് കയറാനാകാതെ വിഷമത്തോടെ നിൽക്കുകയാണ് ഗായത്രി. അതേസമയം വിശാല് പാർവിനോട് ചോദിക്കുകയാണ്, എന്താ പാർവതി, അമ്മ വരില്ലേ? വരും വിശാൽ സാർ, എന്താണെങ്കിലും ഗായത്രി അമ്മ വന്നിരിക്കും. എനിക്ക് അകത്തേക്ക് വരണമെന്നുണ്ട് മോനെ, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെന്ന് ഗായത്രി പുറത്തുനിന്ന് പറയുകയാണ്. ഗായത്രിയുടെ ആത്മാവ് അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗായത്രിയുടെ ആത്മാവിന് അകത്തേക്ക് കയറാൻ സാധിക്കില്ലേ എന്ന് പാറു ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ആത്മാവ് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ശേഖർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതുവരെ വന്നിട്ടില്ലെന്ന് രാധിക പറയുന്നു. എല്ലാവരും പാർവതിയോട് ഗായത്രിയമ്മ വന്നു എന്ന് ചോദിക്കുമ്പോൾ പാറു കള്ളം പറയുകയാണ്, ദാ ഗായത്രിയമ്മ വന്നു, ദാ അവിടെ നിൽക്കുന്നു. ഇത് കേൾക്കുന്ന ഗായത്രി പറയുകയാണ്, പാർവതി എന്തിനാ ഞാൻ അകത്തുണ്ടെന്ന് ഇങ്ങനെ കള്ളം പറയുന്നത്? പാർവതി, എനിക്കെന്നല്ല ഇവിടെ നിൽക്കുന്ന ആർക്കും എൻ്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിശാല് പറയുമ്പോൾ പാർവതി പറയുകയാണ്, അപ്പോ എൻ്റെ പൂജയും പ്രാർത്ഥനയും ഒക്കെ പാഴായി പോയോ? നിങ്ങൾക്കാർക്കും ദൈവമേ കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, കണക്കായി പോയി, നീ ഇവിടെയെങ്കിലും തോറ്റല്ലോ. തുടർന്ന് ശേഖർ പറയുകയാണ്, ഗായത്രിയമ്മ വന്നെന്ന് പാർവതി പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആണ്ടുപൂജ സഫലമായെന്നാണ്. പിന്നെ നമുക്കാർക്കും ഗായത്രിയമ്മയെ കാണാൻ സമയമായിട്ടുണ്ടാകില്ല. അതാ നമുക്കൊന്നും കാണാൻ സാധിക്കാത്തത്. സ്വാമിജി, എന്താ ഇതൊക്കെ? താങ്കൾ എന്തെങ്കിലും പറ. ഗായത്രി ചേച്ചി വന്നോ ഇല്ലയോ? ഇത് കേൾക്കുന്ന പാറു പേടിയോടെ സ്വാമിയെ നോക്കുമ്പോൾ സ്വാമി പറയുകയാണ്, ഈ കുട്ടി കള്ളം പറയുന്നതാണ്. ഒരാത്മാവും ഇവിടെ വന്നിട്ടില്ല. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.